ഹലോ, നമുക്കിന്ന് കുക്കറിൽ അടിപൊളി ഒരു ചിക്കൻ മന്തി തയ്യാറാക്കാം. അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ വരഞ്ഞ് വിനാഗിരി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല നമ്മൾ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മുഴുവൻ മല്ലി, കുരുമുളക്, പെരിഞ്ചീരകം, വറ്റൽമുളക്, ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം ഇത്രയും സാധനങ്ങളൊന്ന് ചൂടാക്കി എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. അതിൽ നിന്നൊരു 2 സ്പൂൺ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല 2 സ്പൂൺ മാറ്റിയതിന് ശേഷം മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങ നീര്, തൈരുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാഗി ക്യൂബ്സ് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. 1 മണിക്കൂറിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം, മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം, ഏലക്ക, ഗ്രാമ്പു, തക്കോലം ഇത്രയും സാധനങ്ങളാണ്. ഈ ചിക്കനെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. ഒന്നിന് പുറത്ത് ഒന്നായിട്ട് വെക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ നിരത്തി വെക്കണം. അപ്പോൾ നമ്മൾ അത്രയും ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ 2 കുക്കറിലായിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളും ചിക്കൻ അധികം ഉണ്ടെങ്കിൽ മാക്സിമം 2 കുക്കറിലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ചിക്കൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ആ മസാല പിടിക്കാൻ വേണ്ട രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ഒരു 5-10 മിനിറ്റ് 2 സൈഡും കൂടി, അത്രയും മാത്രം മതി. അപ്പോൾ ഒരു കുക്കറിലെ ആണിത്, രണ്ടാമത്തെ കുക്കറിലെ ആണിത്. അങ്ങനെ ഞാൻ 2 കുക്കറിലായിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് മസാല പിടിക്കാനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്കൊരു സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി നീരും, കുരുമുളക് പൊടി, ഒരു 2 സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട്, ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സോസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ 2 സൈഡിലും തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക. റൈസ് വേവാനുള്ള അതിലേക്ക് 2 ഉണക്ക നാരങ്ങ, ബേ ലീഫ്, മുഴുവൻ മല്ലിയും പെരിഞ്ചീരകവും, ഒരു മാഗി ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് പകുതി വേകുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഒടിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. റൈസ് പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ കൊണ്ട് റൈസ് കോരി എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ചിക്കൻ്റെ മീതെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒന്ന് വിതറി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്, ഒരുപാട് തിക്കി ഇടണ്ട. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് പകുതി വരെ കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 3 പച്ചമുളക് കുത്തി വെച്ചിട്ട് ഇതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുത്ത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് നന്നായിട്ട് ഒന്ന് അടയ്ക്കുക. ഇനി ലോ ഫ്ലെയിമിലും അല്ല ഹൈ ഫ്ലെയിമിലും അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് ഇത് വെച്ച് 1 വിസിൽ വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം കുക്കർ തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ റൈസൊക്കെ വെന്ത് അടിയിലൊരു തുള്ളി പോലും നമ്മുടെ ചിക്കനോ മസാലയോ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പം നന്നായിട്ട് ചിക്കനൊക്കെ നല്ല വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേവിക്കുന്ന സമയം മാത്രം നമ്മൾ ആ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാനിവിടെ 2 കുക്കറും അതുപോലെ തന്നെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.